ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇതൊരു അപ്ഡേഷൻ വീഡിയോ കേട്ടോ, വേറെ ഒന്നുമല്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചന്ന് തൊട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു 90 ദിവസം ഈ കോഴിക്കുഞ്ഞുങ്ങൾ പ്രായം ആയിട്ടുണ്ട്. ഒത്തിരി വലുതായി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കുമ്പം നമ്മൾ 45 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഇറക്കി. ഇപ്പോൾ ഏകദേശം 45 ദിവസം കഴിഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഇത് BV380 ആണ്. അപ്പം നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഗോതമ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്ത് കൊടുത്താലും ഈ കോഴിക്കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളുടെ ഒരു പുതിയ സംഭവം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കാര്യമായിട്ട് അതിനറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുങ്ങൾ തിന്നുന്ന എന്താണോ അതെല്ലാം ഞങ്ങൾ കൊടുത്തു. അതായത് ഗോതമ്പ് പൊടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. റേഷനരി അടക്കം നമ്മൾ പൊടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു വീഡിയോയിലിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചായിരുന്നു, ഇതിങ്ങനെ കൊടുക്കാവോ അതോ ഇതുങ്ങളുടെ കോഴിത്തീറ്റ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചേച്ചി പറഞ്ഞായിരുന്നു, ഇതുങ്ങൾ ഗോതമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കഴിക്കും, പക്ഷെ ഗോതമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നെയ്യ് വെക്കും ഇതുങ്ങൾ, പിന്നെ മുട്ടയിടൽ കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. ആ അറിവ് വെച്ച് അത് പറഞ്ഞെന്ന ചേച്ചിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. സോ ആ അറിവ് വെച്ച് ഞങ്ങൾ ഗോതമ്പ് തീറ്റയെല്ലാം ഗോതമ്പ് കൊടുക്കൽ നിർത്തി. ഇപ്പം നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് ഈ കോഴിത്തീറ്റ തന്നെയാണ്. കോഴിത്തീറ്റയുടെ വില എല്ലാവർക്കും അറിയാം. കോഴിത്തീറ്റ തന്നെ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ കൂട്ടി കാണുന്നുണ്ടാവും പുല്ലും അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ നല്ലോണം കഴിക്കുന്നുണ്ട്. അപ്പം തീറ്റയുടെ ചിലവ് കുറയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന സംഭവമാണ്. പുല്ല് കുറേ കൊടുക്കുന്നുണ്ട്, പച്ചിലകളെല്ലാം, ചീരയുടെ ഇല അങ്ങനെയൊക്കെ കുറേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതെല്ലാം കഴിക്കുന്നുമുണ്ട്. എന്തൊക്കെയായാലും മുട്ടയിടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുവാണ്. ഏത് കാലത്ത് മുട്ട ഇടുവാവോ ഒന്നും അറിയില്ല. എന്തായാലും 5.5 മാസം എടുക്കും തോന്നുന്നു അല്ലേ മുട്ടയിടാൻ? അങ്ങനെയാണ് എൻ്റെ അറിവിൽ അങ്ങനെയാണ് കേട്ടറിവ്. അല്ലെങ്കിൽ 6 മാസം. അപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞാൽ മുട്ടയിടുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ 3-4 ആൾക്കാരെയും കൂടെ ഇവരുടെ കൂട്ടത്തിൽ കൂട്ടിനായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ മോയലൻ കുട്ടന്മാരും അവരും സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ജസ്റ്റ് കോഴിക്കുഞ്ഞുങ്ങൾ എത്രയാണെന്നൊന്ന് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ടൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഒരു അപ്ഡേഷൻ വീഡിയോ മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.